Hi friends, ഇന്ന് നമ്മൾ ടീ ടൈം ഒരു സ്പെഷ്യലായിട്ട് ഓട്ടട ഉണ്ടാക്കുന്ന ഗോതമ്പ് വെച്ചൊരു ഓട്ടട എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തേങ്ങ തിരുമ്മിയത് എടുക്കണേ. തേങ്ങ ആവശ്യത്തിന് എടുക്കുക, നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. പിന്നെ ഇതിലോട്ട് ഷുഗർ ഇടുക, അല്ലെങ്കിൽ ഞാനിപ്പം വെല്ലത്തിൻ്റെ പൗഡറാണ്, ജാഗരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മണത്തിന് ഒക്കെ വേണ്ടി ഒരു 1/2 ടീസ്പൂണ് പിന്നെ ഏലക്ക പൊടിച്ചത്, ഏലക്കയും ഷുഗറൂടെ പൊടിച്ചതാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലല്ല, കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ആ ഇലയിൽ പരത്തത്തക്ക രീതിയിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നോക്കി നല്ല ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നമുക്ക് പരത്തത്തക്ക രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇലയിൽ എപ്പോൾ പരത്തുമ്പോഴും കൈ നനച്ച് വേണം പരത്താൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലത് ഒട്ടിപ്പിടിക്കും. ഇപ്പം ഇലയിൽ വെള്ളം ഒന്ന് തടയിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് ഇപ്പം നമ്മുടെ കൈ ഒന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. ഒത്തിരി കട്ടി കൂടുതൽ നല്ലതായിരിക്കത്തില്ല, കനം കുറച്ചാകുമ്പോഴേ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം എക്സ്ട്രാ മാവുള്ളത് ഇതിൻ്റെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലോട്ട് വരും. ആ എക്സ്ട്രാ മാവ് എടുത്ത് മാറ്റിയാൽ മതിയേ. അപ്പോൾ നമുക്ക് നല്ല മെലിസായിട്ട് കിട്ടും, നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. നമുക്ക് ഒത്തിരി കട്ടി കൂടിയതിനെക്കാട്ടും ഇങ്ങനെ പരത്തുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആവശ്യത്തിന് തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ജാഗരി തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഷുഗർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഏത് ഇഷ്ടമോ അത്. പിന്നെ ജാഗരി ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പഴം ഇടണമെങ്കിലും പഴം ഇടാം. ഇനി ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ദോശത്തവ വെച്ചിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. പണ്ടൊക്കെ വീട്ടിൽ മമ്മിയൊക്കെ ചെയ്യുമ്പോൾ ചട്ടിക്കകത്താണ് ചെയ്യുന്നത്. എന്നിട്ട് വെയിറ്റ് എടുത്ത് വേറൊരു ചട്ടിയിൽ വെള്ളം വെച്ച് വെയിറ്റ് എടുത്ത് അകത്തോട്ട് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ദോശത്തവയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് മൂടി എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് സ്ലോയിലിട്ടിട്ട് ഇതുപോലെ ഒരു വശം ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നോക്കിക്കേ, കണ്ടോ, ഇത് നല്ല ആ സ്റ്റീമിലിരുന്ന് നല്ല ചുട്ട് നല്ല മൊരിഞ്ഞ രീതിയിൽ അന്ന് സോഫ്റ്റ്നെസ്സും കാണുമോ, അതേപോലെ ആക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ഓട്ടട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ. ഇപ്പം നോക്കിക്കേ, ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇതേപോലെ നല്ല മൊരിഞ്ഞ് എന്നാൽ സോഫ്റ്റും ഉണ്ട്. അങ്ങനെ ഇരിക്കണം. ഇതാണ് കറക്റ്റായിട്ട്. ഇപ്പം ഇതേപോലെ നിങ്ങൾ 4 മണിക്ക് ചായ ടൈമിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നോക്കിയേ, ഇതേപോലെ ഇരിക്കും ഇതിനകം. ഉണ്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഞാനത് ഓടിച്ചിട്ട് കാണിച്ചു. നല്ല ടേസ്റ്റ്. പിന്നെ എല്ലാവരോടും ഒരു സജഷൻ ചോദിക്കാന്, പിന്നെ കുറേ പേര് ഈ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. പിന്നെ അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പാൻട്രി എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, പിന്നെ ഒരു 1 വീക്ക് മീൽ പ്ലാന്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ, അപ്പോൾ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അതും ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിനുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.